ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എംഫാർ മുത്തുഡോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഓയിൽ ടിപ്പാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഈ മുടി നീട്ടാൻ തുടങ്ങിയിട്ട്. ചുരുളില്ലാത്ത നല്ല മുടിയാണ്. അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ജലദോഷം, ചുമ, കഫക്കെട്ട്, നീരിറക്കം, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ട് ഈ എണ്ണ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെന്തായാലും ഈ വീഡിയോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഓരോന്നായിട്ട് കളക്ട് ചെയ്യണം. അത് ഞാൻ ചെമ്പരത്തിപ്പൂവാണ് പറിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ്. ഒരു 10 ചെമ്പരത്തിപ്പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കഞ്ഞെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ കഞ്ഞെണ്ണ ഇതേപോലെ ഒരു വെള്ളപ്പൂവുള്ള ഒരു ചെടിയാണ്. പുഴക്കരയിലൊക്കെ കാണാൻ പറ്റും. നല്ല ഔഷധ ഗുണമുള്ളതൊരു സസ്യമാണ്. എണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് നല്ല പച്ച കളറൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും കഞ്ഞെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലാണ്. കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ വിഷാംശം അടങ്ങിയായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് നമ്മൾ വിഷാംശം ചേർക്കാത്ത നല്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ മൈലാഞ്ചിയാണ് എടുക്കുന്നത്. മൈലാഞ്ചി ചേർക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നരച്ച മുടിക്ക് നല്ല ചുവപ്പും കിട്ടും. ഇനി കറ്റാർവാഴ മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു കറ്റാർവാഴയുടെ തണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് പനിക്കൂർക്ക. ചെറിയ മക്കൾക്കൊക്കെ ശ്വാസം മുട്ടൽ, ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നെല്ലിക്ക ഞാൻ 2 ദിവസം മുമ്പ് വാങ്ങിച്ചുകൊണ്ടാണ് കളറൊക്കെ മാറിയത്. അപ്പോൾ എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇരട്ടി മധുരവും നെല്ലിക്കയും മാത്രമേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ എടുത്താണ്. ഇതിൽ താരം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ്റെ ഇല ചേർക്കുന്നത്. നിങ്ങൾക്ക് മുടി ഉള്ളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയും നെല്ലിക്കയും പിന്നെ കഞ്ഞെണ്ണയും എടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കിട്ടിയാൽ മതി. അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി വേപ്പിൻ്റെ ഇലയും മൈലാഞ്ചി ഇലയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പെല്ലാം വീണ്ടും നേരത്തെ ഈ ഒരു പ്ലേറ്റിലിട്ട് വെച്ച പ്ലേറ്റിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി കറ്റാർവാഴയുടെ തൊലി കളഞ്ഞിട്ട് ആ കറ്റാർവാഴ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കൂട്ടാം. അപ്പോൾ അടുപ്പ് കൂട്ടാൻ വേണ്ടി എന്നെ സഹായിക്കാൻ 2 പേരുണ്ട്, അന്താനും അന്നാനും. അപ്പോൾ അവർ അടുപ്പ് കൂട്ടാനുള്ള കല്ലൊക്കെ എടുത്തിട്ട് വരികയാണ്. പാവ ക്ഷീണിച്ചു പോയി. എടുത്തപ്പോൾ അങ്ങനത്തെ വലിയ കല്ലെടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിലോട്ടുള്ള വിറകൊക്കെ അവർ കൊണ്ട് തന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് എണ്ണ ചൂടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മൾ എണ്ണ ചൂടാക്കേണ്ടത്. എങ്കിലേ ആ ഒരു കറക്റ്റ് വേവൊക്കെ റെഡി ആവത്തുള്ളൂ. ഗ്യാസിനേക്കാളും നല്ലത് ഇതേപോലെ ട്രഡീഷണൽ അടുപ്പിലാണ് എണ്ണ ചൂടാക്കുന്നത് നല്ലത്. അപ്പോൾ തീയൊക്കെ റെഡിയായി കത്തിച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1 ലിറ്റർ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ എണ്ണ കോക്കനട്ട് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ നല്ലത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള GR എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയുണ്ട്, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ഇരട്ടി മധുരവും ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എണ്ണ തിളച്ച് വന്നു. ഞാൻ ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇരട്ടി മധുരം ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിൽ കുരുമുളകും അതുപോലെ തന്നെ ഇരട്ടി മധുരം ഉലുവൊക്കെ ഇടുന്നത്
നമുക്ക് നീരിറക്കം ഇതുപോലുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെല്ലിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ കിട്ടും. അതുപോലെ തന്നെ മൈലാഞ്ചിക്ക് നല്ല മുടി കറുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ എണ്ണ തിളച്ച് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ അരപ്പുകളും നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുക. മൈലാഞ്ചിയുടെ ഇലയും എല്ലാ പേസ്റ്റും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് തണ്ട് കളഞ്ഞോ തണ്ടോട് കൂടെ ഇടാം, നിങ്ങളെ ഇഷ്ടമാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. പിന്നെ ചെമ്പരത്തിപ്പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ ഒരു മീഡിയം ലെവൽ വെച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മണിക്കൂർ ഇതേപോലെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എണ്ണ മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ചേരുവകളൊക്കെ ഇതേപോലെ നല്ല മുരിഞ്ഞ് വരും. ആ ഒരു സമയത്താണ് നിങ്ങളിത് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് എങ്ങനെയാണ് മൂപ്പായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനൊരു ഐഡിയ ഉണ്ട്. ഒരു ചെറിയൊരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് വെച്ച് നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തിൽ. നമുക്ക് എണ്ണ പാകമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ വള്ളിയുടെ ഈ ഇല ഇതിലോട്ട് ഇട്ടാൽ ഇത് പൊട്ടിന്ന് വരും. ഓക്കെ, ഇപ്പോൾ എണ്ണ തിളച്ച് പാകം. അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ മൂപ്പായെന്ന് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താ പറയുക, നമ്മൾ പുറത്തായിരുന്നു അടുപ്പ് കൂട്ടിയത്, അവിടെ വെളിച്ചക്കുറവുകൊണ്ട് അകത്തോട്ട് മാറ്റിയതാണ്. ഇനി എണ്ണയിൽ നിന്ന് ഈ ചണ്ടികളൊക്കെ കോരി നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. പ്ലേറ്റിൽ കോരിയെടുത്ത് വെച്ചതിന് ശേഷം പ്ലേറ്റ് അല്പം ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ എണ്ണയൊക്കെ ഊറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ എണ്ണയും കൂടെ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ നല്ലൊരു തുണിയിലോട്ട് ഇട്ടിട്ട് തുണിയിൽ പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇത്ര എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഊറലുണ്ടാവും അടിയിൽ. അപ്പോൾ അതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഈ എണ്ണ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണയാണ് കിട്ടുക. നമുക്ക് ഈ എണ്ണ കാണുമ്പോൾ ഒരു കറുപ്പ് കളർ തോന്നുമെങ്കിലും പക്ഷേ ഒരു ഗ്രീനാണ്. കണ്ടോ, ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു കറുപ്പ് തോന്നുന്നതാണ്. കാരണം അത്രയും ചേരുവകളുള്ളത് കൊണ്ടാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു എണ്ണയുടെ സ്മെല്ല് തന്നെ ഉണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വെറുതെ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എണ്ണ വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ഒരു വേസ്റ്റിൽ ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലോട്ട് മാറ്റിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഡാർക്ക് കളറാണ്. പിന്നെ കഞ്ഞെണ്ണ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല ഡാർക്ക് ഗ്രീൻ കിട്ടിയത്. ഗ്രീനാണ്, ബ്ലാക്ക് അല്ല. കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും ഇതൊരു ഗ്രീനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.